അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ അഖ്ലാഖിൻ്റെ പരീക്ഷ ഇന്ന് റാഹത്തായി കഴിഞ്ഞു. അൽഹംദുലില്ലാ. എല്ലാ മക്കളും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഖമായിരുന്നു എക്സാം അല്ലേ? അപ്പോൾ ഇന്നത്തെ എക്സാമിൽ ചോദിച്ച പ്രധാന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാം. നമുക്കിവിടെ ഒരു വശത്തായിട്ട് 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളോ മറുവശത്തും തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ചോദ്യത്തിന് നേരെയും അതിന് കറക്റ്റ് മാച്ച് ആയത് ഇവിടെ വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നവർ. 2 മാതാവിൻ്റെ കാൽ കീഴിലാണ്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്താണ്. 4 മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ്. 5 വരുന്നവർ സലാം പറയണം. 6 ചെറുസംഘം സലാം പറയണം. ഇനി ഉത്തരങ്ങൾ നോക്കാം. രോഗികളെ മന്ത്രിക്കൽ വലിയ സംഘത്തിന് കൂടുതൽ പ്രതിഫലം, സദസ്സിലുള്ളവർക്ക് 2 ലോകത്തും വലിയ സ്ഥാനത്തെത്തും, സ്വർഗം. അപ്പം നിങ്ങൾ കണ്ടോ, ഓരോ ചോദ്യത്തിനും അതിൻ്റേതായ ഉത്തരം നേരെ നമ്മൾ ഈ വിട്ട ഭാഗങ്ങളിൽ പൂരിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പൂർത്തിയാക്കാം. 1 റബ്ബി റഹ്മുമ കമാ റബ്ബയാനി ഡാഷ്. 2 ലാ ബഅസ തൊഹൂറുൻ ഡാഷ്. ഇമാം നവവി റഹിമഹുല്ലാഹിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. 4 അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഡാഷ്. 5 സലാം പറയുമ്പോൾ മുസാഫത്ത് ഡാഷ്. സിമ്പിളാണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. 3 വീതം എഴുതുക. 1 മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ. മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ നമ്മൾ 6 പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന 3 എഴുതാനാണ്. 2 നോക്കൂ. രോഗസമയം നാം ചെന്ന് കാണേണ്ടവർ. ഓക്കെ, അത് നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. അത് 3 ഇവിടെ എഴുതി കൊടുക്കണം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഉത്തരം എഴുതാം. 1 2 കാണുമ്പോൾ ആരാണ് ആദ്യം സലാം പറയേണ്ടത്? 2 ആളുകൾ തമ്മിൽ കാണുമ്പോൾ ആരാണ് ആദ്യം സലാം പറയേണ്ടത്? 2 സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത് എന്തിനു വേണ്ടിയിട്ട്? 3 തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? 4 മുറിവുള്ള വിരലിൻ്റെ പ്രയാസത്തിൽ ശരീരം പങ്കുകൊള്ളുന്നത് എങ്ങനെ? മനസ്സിലായോ? ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. പൂരിപ്പിക്കാം. അതിലൊന്ന് അസ്സലാമു ഡാഷ് അസ്സോലിഹീൻ. സിമ്പിളാണ്. ഓക്കെ. 2 അല്ലാഹുമ്മ റബ്ബൻ നാസി ഡാഷ് ഇഷ്ഫി ഡാഷ് ലാ ഷാഫിയ ഇല്ല അൻത ഡാഷ് ലാ യുവാദിറു സഖമ. മനസ്സിലായല്ലോ? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ എന്നൊക്കെ. എന്തായാലും അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നല്ല രൂപത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നാളെ ഖുർആൻ ഹിഫ്ളാണ്. നന്നായി പഠിക്കുക. ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ട് നന്നായി പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ എല്ലാവർക്കും അല്ലാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.